പക്ഷെ കുറച്ചൊക്കെ റോഷൻ ആ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ഒരു പുതിയ സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന പ്രതീക്ഷകളും ആ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു പ്രത്യേകതരത്തിലുള്ള പ്രതീക്ഷയും ഇതൊക്കെ നിറവേറ്റാനുള്ള ബാധ്യത എന്ന് പറയുന്നത് അതൊരു ബാധ്യത തന്നെയാണ്. സംവിധായകനും എഴുത്തുകാർക്കും അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ആ ബാധ്യത സ്തുത്യർഹമായ രീതിയിൽ നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരെയാണ്. സഞ്ജയ് ബോബി അവരും വളരെ സാവധാനം മാത്രം സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ ആലോചിച്ച് മാത്രം ചെയ്യുന്ന ആൾക്കാരാണ്. പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ പൂജയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നത്. വേറൊരു സ്ഥലത്ത് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി ഈ മുംബൈ പോലീസ് എന്ന ചിത്രം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. റോഷൻ എൻ്റെ ഹൃദയത്തിൽ എന്നും ആശംസ സ്ഥിരമായി കൊണ്ടെടുക്കുന്ന ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് ആശംസിക്കുന്നില്ല. 1000 ADയുടെ പ്രവർത്തകർക്കും ആശംസകൾ നേരുന്നു. മുംബൈ പോലീസിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Srinivasan sir. Adthai, I would like to invite protagonist of Mumbai Police 3, Prithviraj, to speak few words to us. With a big round of applause, ladies and gentlemen. നമസ്കാരം. ശ്രീ റോഷൻ ആൻഡ്രൂസും ഞാനും കുറച്ച് വർഷങ്ങളുടെ സുഹൃത്ത് ബന്ധം അവകാശപ്പെടാൻ സാധിക്കുന്ന 2 സുഹൃത്തുക്കളാണ്. അദ്ദേഹം ഉദയനാണ് താരം എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ, ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റോഷൻ എന്ന് പറയുന്നൊരു പുതുമുഖ സംവിധായകൻ വരുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷകൾ ആ സംവിധായകനിലുണ്ട് എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമാ പ്രവർത്തകർ കേൾക്കാൻ ഇടയുണ്ടായതാണ്. അതിനുശേഷം ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ സംഭവിച്ചു. ആ സിനിമ നമ്മളെല്ലാവരും കണ്ടു. നമുക്കപ്പോൾ റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകനെ മലയാളത്തിന് ലഭിച്ചു. ആ സിനിമ ഞാൻ കാണുന്നത് സത്യത്തിൽ ആ സിനിമ റിലീസായി 6-7 മാസങ്ങൾക്ക് ശേഷമാണ്. റോഷൻ തന്നെയാണ് ഒരു തിയേറ്ററിൽ ഒരു പ്രൈവറ്റ് സ്ക്രീനിങ് അറേഞ്ച് ചെയ്ത് എന്നെ ആ സിനിമ കാണിക്കുന്നത്. അത് നല്ല സിനിമയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഒരു ചിന്ത ഉണർത്തുന്ന ഒരു കമേഴ്ഷ്യൽ സിനിമ അതാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ട് പോലും ആ സിനിമ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഓവറോഡായിപ്പോയി. കാരണം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ഒരു പെർഫെക്റ്റ് കമേഴ്ഷ്യൽ സിനിമ മലയാളത്തിൽ ഞാൻ കാണുന്നത്. അതിനേക്കാൾ ഉപരി ഞാൻ റോഷനോട് അന്ന് പറഞ്ഞു, ലാലേട്ടൻ, മോഹൻലാൽ എന്ന് പറയുന്ന ഈ മോഹൻലാൽ, മമ്മൂട്ടി എന്ന് പറയുന്ന നടന്മാർ അവരെ ഇനിയും റീഇൻവെന്റ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവരത്രയും കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു, അത്രയധികം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. എന്നിട്ട് പോലും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ സ്വയം ഒരു സിനിമയിൽ റീഇൻവെന്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നി ആ സിനിമ കണ്ടപ്പോൾ. അത് എനിക്ക് തോന്നുന്നു റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ആയിട്ട് എനിക്ക് ആ സിനിമയിൽ കാണാൻ സാധിച്ചത് അതാണ്. എനിക്ക് ആ കഥാപാത്രത്തിനോടും അതിലെ ലാലേട്ടന്റെ പെർഫോമൻസിനോടും അത്രയും അഭിനയം തോന്നി. ഞാൻ സ്വയം താല്പര്യമെടുത്ത് ആ സിനിമയുടെ തമിഴ് പതിപ്പിൽ അഭിനയിക്കുകയും അത് മോശമാക്കുകയും ചെയ്തു. പക്ഷേ ആ സിനിമയുടെ മറ്റൊരു ഭാഷാ പതിപ്പിൽ അഭിനയിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യം തന്നെയാണ്. എന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയുടെ തമിഴ് പതിപ്പിൽ അഭിനയിച്ച് ആ സിനിമ കണ്ടിട്ടാണ് രാവണൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് ശ്രീ മണിരത്നം എന്നെ ക്ഷണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിലും ശ്രീനിയേട്ടൻ എഴുതിയ ആ കഥാപാത്രം ഒരു വലിയ നാഴികക്കല്ലാണ്. ശ്രീനിയേട്ടൻ എനിക്ക് വേണ്ടി ഇതുവരെ കഥാപാത്രങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ഈ സിനിമയുടെ ചിന്ത, മുംബൈ പോലീസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമയുടെ ചിന്ത എന്നോട് റോഷനും സഞ്ജയും ബോബിയും പങ്കുവെക്കുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1-2 വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നീട് ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യാൻ ഇടയായില്ല. റോഷൻ തന്റെ അടുത്ത സിനിമകളിലേക്ക് പോയി. ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പാണ് റോഷൻ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ
കാണാനിടയായപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞൊരു ത്രെഡ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയും അന്ന് അതിലില്ലാതെ ഒരു ഡയമെൻഷൻ കൂട്ടിച്ചേർത്ത് ഈ കഥ എന്നോട് പറയുകയും ചെയ്തു. ഞാൻ ശരിക്കും ഭയങ്കര ത്രില്ലായിപ്പോയി. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉഗ്രൻ കമേഴ്ഷ്യൽ സിനിമയുടെ നമുക്ക് തിയേറ്ററിൽ നിന്ന് കണ്ട് തിയേറ്ററിനുള്ളിൽ വെച്ച് തന്നെ മറക്കാൻ സാധിക്കാത്ത ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ സാധ്യത ഈ കഥയിലുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ റോഷൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, പുതിയൊരു ഒരു പ്രൊഡക്ഷൻ കമ്പനി, ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ഫോം ചെയ്തിരിക്കുന്ന പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവര് പൃഥ്വിനെ വന്ന് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 1000 AD എന്ന് പറയുന്ന കമ്പനിയുടെ പിന്നണിയിലുള്ള യുവാക്കൾ എന്നെ ഒന്ന് കാണാനിടയായി. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, എപ്പോഴും ഒരു സിനിമ ഉണ്ടാകാൻ ഒരു കാരണമുണ്ടല്ലോ. കുഴപ്പമാകുന്നത് എപ്പോഴും സിനിമയുടെ കാരണം ഒരു സാമ്പത്തിക ബാധ്യത നികത്താനോ അല്ലെങ്കിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒരു പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊരു സിനിമ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും അതിന്റെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെടുന്നത്. ഈ ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞത്, നമുക്കാകെ വേണ്ടത് വി ഷുഡ് മേക്ക് എ ഫിലിം ദാറ്റ് വി ഓൾ വിൽ ബി പ്രൗഡ് ഓഫ് എന്ന്. അപ്പൊ അത് ഒരു പ്രൊഡ്യൂസറിന്റെ ഭാഗത്ത് നിന്ന് ഒരു സംവിധായകനും തിരക്കഥാകൃത്തിനും നടനും ലഭിക്കാവുന്ന ഏറ്റവും വലിയ കൺവിക്ഷനാണ്. അങ്ങനെ ഒരു സിനിമയെ ഒരു നിർമ്മാതാവ് സമീപിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാകും. അപ്പൊ തീർച്ചയായിട്ടും 1000 AD എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ആ കൺവിക്ഷന്റെ ഫലമായിട്ടെങ്കിലും ഈ സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ പ്രോജക്റ്റിനോടൊപ്പം ഉണ്ടാകണം. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ നന്ദി, നമസ്കാരം. നന്ദി ശ്രീ പൃഥ്വിരാജ്. ജന്മം കൊണ്ട് മലയാളിയായ ശ്രീ ആര്യയുടെ ആദ്യ മലയാള ചിത്രമാണ് മുംബൈ പോലീസ്. അദ്ദേഹത്തിന്റെ മദ്രാസ് പട്ടണവും നാൻകടവുമൊക്കെ നമ്മളേവരും സ്വീകരിച്ചതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ബട്ട് നൗ ഐ വുഡ് ലൈക്ക് ടു ഗ്രാബ് യുവർ അറ്റൻഷൻ ഓൺ ടു സ്ക്രീൻ where Arya will be speaking to us. Please. Hi, this is Arya. Mumbai Police, directed by Roshan Andrews, produced by 1000 AD. ഇതാണ് എൻ്റെ ഫസ്റ്റ് മലയാള പടം. കുറേ നാളായി ഒരു വലിയ ആഗ്രഹം മലയാള പടം ചെയ്യണമെന്ന്. ഐ എം വെരി ഹാപ്പി. ഫസ്റ്റ് പടം റോഷൻ ആൻഡ്രൂസ്, ബ്രില്യൻ ടെക്നീഷ്യൻസ്, അവരുടെ എല്ലാ പടം ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ആഗ്രഹമായിരുന്നു അവരുടെ പടം ചെയ്യണമെന്ന്. ഐ എം വെരി ഹാപ്പി ടു ബി വർക്കിംഗ് വിത്ത് ഹിം. ഐ എം വെരി എക്സൈറ്റഡ്. അതും ഈ പടത്തിൽ വിത്ത് പൃഥ്വിരാജ്, വെരി ടാലന്റഡ് ആക്ടർ ആൻഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഈ പടം ഒരു ലാൻഡ്മാർക്ക് പടമായിരിക്കും എനിക്ക് മലയാളത്തിൽ. എന്തായാലും വെച്ചാൽ ദ ടെക്നീഷ്യൻ, ആസ് എ ടെക്നീഷ്യൻ റോഷൻ ആൻഡ്രൂസ് ആൻഡ് producer Sagir from 1000 AD, whatever they have given me and whatever they have promised me, I think it's looking brilliant. Script wise, I think ഒരു തമിഴ് പടത്തിൽ ഞാനൊരു അറിന്തും അറിയാമൽ എന്ന പടത്തിൽ തമിഴിൽ എങ്ങനെ ലോഞ്ച് ആയി അതേ ഒരു ഫീൽ ഗുഡ് ആൻഡ് ഒരു ആക്ടിങ്ങിന് സ്കോപ്പുള്ള ഒരു പടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. So I think the audience also will like me in those kind of a character. So I'm very happy and looking forward to work with all these people. Thank you. തിരക്കഥാകൃത്തുക്കൾ എന്ന നിലയിൽ സഞ്ജുവിന്റെയും എന്റെയും 5ാമത്തെ സിനിമയാണ് ഇത്. റോഷനുമായിട്ടുള്ള ഞങ്ങളുടെ 3ാമത്തെ സിനിമ, പൃഥ്വിരാജുമായിട്ടുള്ള ആദ്യത്തെ സിനിമ. മനസ്സിനിണങ്ങിയ ആൾക്കാരുമായിട്ട് ഒരു പ്രോജക്റ്റിൽ സഹകരിക്കുക, അല്ലെങ്കിൽ ഏത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായാലും നമുക്ക് ഒത്തുപോകാൻ സാധിക്കുന്ന ആൾക്കാരുമായി വർക്ക് ചെയ്യാൻ സാധിക്കുക വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. റോഷൻ ഞങ്ങൾക്കൊരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തനോ എന്നതിനേക്കാൾ ഉപരി സഹോദര തുല്യനായ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ രാജുവും ഒരു റൈറ്ററെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് വളരെ നന്നായി മനസ്സിലാക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് ഞങ്ങളുടെ അദ്ദേഹവുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ വളരെ പ്രാവശ്യം എനിക്ക് ബോധ്യമായിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഈ 1000 AD എന്ന് പറയുന്ന പുതിയ നിർമ്മാണ കമ്പനി, എപ്പോഴും ഒരു പുതിയ നിർമ്മാണ കമ്പനി വരുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് എല്ലാ രീതിയിലും ഒരു പുത്തൻ ഉണർവ് നൽകുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾ വളരെയധികം ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണിത്. ഈ ഒരു ദിവസത്തിൽ ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ പേരിൽ നന്ദി പറയുന്നു. നമസ്കാരം. നമുക്കറിയാം ബോബി സഞ്ജയുടെ എന്റെ വീട് അപ്പുവിന്റെയും നോട്ട്ബുക്ക്, അതുപോലെ കാസനോവ, ട്രാഫിക് എന്ന ചിത്രങ്ങൾക്ക് ശേഷം 5ാമത്തെ ചിത്രമാണ് മുംബൈ പോലീസ്. ആൻഡ് നൗ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു ഇൻവൈറ്റ് ശ്രീ സഞ്ജയ് ടു സ്പീക്ക് ഫ്യൂ വേർഡ്സ് ടു us. ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു പിക്നിക് കാലം
റോഷനുമായി ഒരു സിനിമ ചെയ്യുന്ന കാലത്തെ ഞാൻ അങ്ങനെയാണ് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. മറ്റൊന്നുമല്ല, ഒരുപാട് യാത്രകൾ, ഒരുപാട് ഫലിതങ്ങൾ, ഒരുപാട് കുസൃതികൾ, തമാശകൾ, തർക്കങ്ങൾ, പിണക്കങ്ങൾ, ഇതെല്ലാം കഴിയുമ്പോൾ ഒരു തിരക്കഥ എങ്ങനെയോ റെഡിയാകും. ഇതിലെവിടെ ഇടയ്ക്ക് എവിടെയോ വെച്ച് തിരക്കഥ റെഡിയാകണം. ഈ തിരക്കഥ തീർന്നു കഴിയുമ്പോൾ ഇതിൽ ഞങ്ങൾ പറഞ്ഞ ഐഡിയ എന്താണ്, റോഷൻ പറഞ്ഞ ഐഡിയ എന്താണ് എന്ന് വേർതിരിച്ചറിയാൻ ഞങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ ഒരു തിരക്കഥയായിരിക്കും പുറത്തു വരിക. എന്റെ ജീവിതത്തിൽ എന്നെ ശാസിക്കാൻ അധികാരമുള്ള 3 പേരേ ഉള്ളൂ. ഒന്നെന്റെ മാതാപിതാക്കൾ, പിന്നെ ഉള്ളത് റോഷൻ. അങ്ങനെ തിരുവനന്തപുരത്ത് സെറ്റിൽഡ് ആയിരുന്ന എന്നെ അവിടെ നിന്ന് വലിച്ച് കൊച്ചിയിൽ കൊണ്ട് സെറ്റിൽഡ് ആക്കുന്നത് മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ റോഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു ജോലി ചെയ്യുകയാണ്, ഒരു തിരക്കഥ എഴുതുകയാണ് എന്നുള്ള യാതൊരു തോന്നലും ഇല്ലാത്ത രീതിയിലാണ് ഈ സിനിമയെ ഞങ്ങൾ സമീപിക്കുന്നത്. ഈ ഒരു നോട്ടം, സംവിധായകന്റെ ഒരു നോട്ടം ഒരു തിരക്കഥാകൃത്തിന് മനസ്സിലാവുക, അല്ലെങ്കിൽ തിരക്കഥാകൃത്തിന്റെ ഒരു ചിരിയുടെ അർത്ഥം സംവിധായകന് മനസ്സിലാവുക എന്നതാണ് ഏറ്റവും വലിയ കെമിസ്ട്രി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നോക്കിയാൽ ഇന്നിവിടെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളിൽ ആരാദ്യം പ്രസംഗിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു തർക്കമുണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യം പ്രസംഗിച്ചാൽ റോഷന് പറയാനുള്ളതെല്ലാം ഞാൻ ചിലപ്പോൾ പ്രസംഗിക്കും, റോഷൻ പ്രസംഗിച്ചാൽ എനിക്ക് പറയാനുള്ളത് റോഷൻ പ്രസംഗിക്കും. അത്തരത്തിൽ മനസ്സിനടുപ്പമുള്ള ഒരു സംവിധായകനുമായിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് മുംബൈ പോലീസിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷം. പിന്നെ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സംവിധായകനാണെങ്കിൽ ആ കപ്പലിന്റെ ഉടമസ്ഥൻ നിർമ്മാതാക്കളാണ്. നല്ല ഉടമസ്ഥരില്ലെങ്കിൽ ഒരു കപ്പലിനും ഒരു കടലിലൂടെയും ഓടാൻ പറ്റില്ല. അപ്പോ കലാസ്നേഹികളായ നിർമ്മാതാക്കളെ കിട്ടിയതാണ് പിന്നെ ഉള്ള ഒരു ഭാഗ്യം. ഇപ്പൊ ഞങ്ങൾ ചെയ്ത അവസാനത്തെ 2 സിനിമകൾ ചെയ്തത്, ഒന്ന് അഭിനയിച്ചത് ലാലേട്ടനും പിന്നെ ഉള്ള ഒരു സിനിമയിൽ അഭിനയിച്ചത് ശ്രീനിയേട്ടനുമാണ്. അത് തന്നെ ഞങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അനിവാര്യമായ ഒഴുക്ക് എന്നതുപോലെയാണ് പൃഥ്വിരാജിലേക്ക് എത്തുന്നത്. പൃഥ്വിരാജുമായി ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ റോഷനോട് കുറെ കാലമായി പ്രകടിപ്പിക്കുന്നുണ്ട്, റോഷനും അത് ആഗ്രഹമുണ്ട്. അപ്പോൾ പൃഥ്വിരാജിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങളാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. ഒന്ന്, യങ് എനർജി ഉള്ള ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ ഉള്ള ഒരു ചാലഞ്ച്. 2, ഞങ്ങളുടെ ബാല്യത്തെ ഏറ്റവും ഹരം കൊള്ളിച്ച, അല്ലെങ്കിൽ ബാല്യത്തിലെ ഏറ്റവും വലിയ ഓർമ്മയായി കിടക്കുന്ന ശ്രീ സുകുമാരന്റെ മകനുമായി ഒരു സിനിമ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതും ഇവിടെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, അത് ഞങ്ങൾക്ക് വലിയൊരു കാര്യമാണ്. എന്തായാലും തുടങ്ങാനിരിക്കുന്ന ഒരു സിനിമയെ പറ്റി കൂടുതൽ അവകാശവാദങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം. നിങ്ങളുടെ എല്ലാവരുടെയും താരതമ്യേന പുതുമുഖങ്ങളാണ് ഞങ്ങൾ. എല്ലാവരുടെയും പ്രാർത്ഥന ഈ സിനിമയിൽ ഉണ്ടാവണം. ഇത് നന്നായി വരാനുള്ള ഒരു നന്മ നേരൽ എല്ലാവരുടെയും മനസ്സിൽ നിന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. Thank you so much, Sri Sanjay. And now, ladies and gentlemen, it's time for director's talk. May I invite Sri Roshan Andrews to address the gallery. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ടൊരു ഫോർമൽ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ശ്രീനിയേട്ടൻ പറഞ്ഞു 10 സിനിമകളെ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും ഞാനത് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് പുള്ളിയാ പറഞ്ഞ, നീ 10 സിനിമയെ ചെയ്യാൻ പാടുള്ളൂ, ആവശ്യത്തിന് കാശ് മേടിച്ചോ, പക്ഷെ 10 സിനിമയെ കൂടുതൽ നീ ചെയ്യരുത്. ഈരാളി ഫ്ലാറ്റ് ശ്രീനിയേട്ടന് ഓർമ്മയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരിക്കുന്ന നവാസിൻ്റെ നിന്ന് 5000 രൂപ കടവ് മേടിച്ച് ഒരു ചെറിയൊരു കഥയുടെ ആലോചനയുമായിട്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് വണ്ടി കയറിയത്. ഇന്ന് ഈ പറയുന്ന സിനിമകൾ ചെയ്യാൻ ഞാൻ എന്തെങ്കിലും മലയാള സിനിമയിൽ എന്തെങ്കിലും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണഭൂതൻ എൻ്റെ ശ്രീനിയേട്ടൻ മാത്രമാണ്. കാരണം ഞാനെന്നുള്ള വ്യക്തിയെ 4 വർഷത്തോളം അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ നമ്മൾ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞു 4 വർഷം എടുത്തു എന്ന്. ശരിക്കും പറഞ്ഞാൽ